പോ, ഇറങ്ങി പോടി. ഡീ, ഇനി നീ വീട്ടിനകത്തേക്ക് കാലെടുത്ത് വെച്ചാ നിന്റെ ആ കാൽ ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങിപ്പോടി. ഐശ്വര്യ ഒറ്റയ്ക്ക് പുറത്ത്. അവൾ ചെയ്തത് വലിയ തെറ്റാ. പക്ഷേ നമ്മളും അങ്ങനെ ചിന്തിച്ചാൽ പറ്റില്ലല്ലോ. ഒരു പെണ്ണ് ആ സമയത്ത് പുറത്തൊറ്റയ്ക്ക്, അത് ശരിയല്ല അച്ഛാ. നാളെ ആവട്ടെ, എന്താ ഏതാ വേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അതെ അച്ഛ, അതല്ലേ അച്ഛ നല്ലത്. തൽക്കാലം വീട്ടിനകത്തേക്ക് കയറ്. പക്ഷെ നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ശ്യാമൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ നിനക്ക് നല്ലത്. ഇനി നീ ഇവിടെ തുടരണോ വേണ്ടെന്ന് അപ്പൊ തീരുമാനിക്കാം. ഇല്ലെങ്കിൽ നീ നാളെ വീടിന് പുറത്താണ്. മനസ്സിലായോ? നീ കൊല്ലാനൊരുങ്ങിയ ശ്യാമയുടെ ഒറ്റ വാക്കില ഇനി നിന്റെ ഭാവി ഇരിക്കുന്നത്. ഓർമ്മയിരിക്കട്ടെ. കൊടും പാതകം ചെയ്തിട്ട് പിന്നെ നിന്ന് നാടകം കളിക്കുന്നു. കഷ്ടം. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഈ ഒരു നിമിഷം ഞാൻ വെറുത്തുപോയി. എന്റെ ഭാര്യയെ ഞാൻ വെറുത്തുപോയി.
കുറച്ച് എമോഷണലായി. തന്നെ എന്തൊക്കെയോ പറഞ്ഞു. പോട്ടെ. വസുവാണ് ആ ക്രൂരത ചെയ്തെന്ന് കേട്ടപ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിയ നിമിഷങ്ങളാണത്. വസുവല്ല, ആ തെറ്റ് ചെയ്തത് ഞാനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. പോട്ടെ. തന്നെ മറ്റൊരാളായല്ല, നമ്മൾ രണ്ടാളും ഒന്നായാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതാവും എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയത്. അതേടോ, അങ്ങനെ ആവുമ്പോ എനിക്കും അത്രമാത്രം വേദനിക്കില്ലേ? നമ്മള് ജീവിതത്തിൽ ഒന്നിച്ചിട്ട് കുറെ വർഷങ്ങളായില്ലേ? തനിക്കെന്നെയും എനിക്ക് തന്നെയും ശരിക്കും മനസ്സിലാവുന്നു തന്നെയാ ഞാൻ കരുതിയിരുന്നത്. കുറച്ച് മുൻദേഷ്യം ഉണ്ടെങ്കിലും ഉള്ളിൽ സ്നേഹം മാത്രമുള്ള എന്റെ വസുവിന് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടെ, എന്നോട് ക്ഷമിച്ചേക്ക്. ആനന്ദേട്ടൻ എന്നോട് ക്ഷമ ചോദിക്കേ. അതിന്റെ ആവശ്യം ഇപ്പൊ എന്താ ഉള്ളെ? തന്നെ ഞാൻ എല്ലാവരുടെ മുമ്പ് വെച്ച് അത്രയ്ക്ക് ഹരാസ് ചെയ്തില്ലേ? അതെനിക്ക് കിട്ടേണ്ടത് ആനന്ദേട്ട. അതെനിക്ക് ആവശ്യമായിരുന്നു. മുൻപേ ഈ ശാസനം കിട്ടിയിരുന്നെങ്കിൽ അന്നേ എന്റെ മനസ്സ് നന്നായനെ. ഞാൻ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടും അറിഞ്ഞും ശ്യാമയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന് ദൈവം തന്ന ശിക്ഷ എനിക്ക്. ചെയ്തു പോയ തെറ്റിന് കുറച്ചെങ്കിലും ശിക്ഷ കിട്ടിയല്ലോ. ഇപ്പൊ എനിക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനമുണ്ട്. തെറ്റിദ്ധാരണയുടെ പേരില് എന്തെല്ലാം ദ്രോഹങ്ങളാ ഞാൻ ശ്യാമയോട് ചെയ്ത്. അതിനെല്ലാം ആ പാവം മോൾ അനുഭവിച്ച വേദന അതിന്റെ 10 വരില്ലല്ലോ ഇപ്പൊ എനിക്ക് കിട്ടിയ ഈ തിരിച്ചടി. ഞാനിപ്പോ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ശ്യാമയോട് ചെയ്തു പോയ തെറ്റിനെല്ലാം എനിക്ക് പകരം തീർക്കണം. അത് സ്നേഹം കൊണ്ടാ, ശ്യാമയോടുള്ള സ്നേഹം കൊണ്ട്. ഇനി അവൾക്ക് വിഷമമുണ്ടാവുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. എന്തായാലും ഈ മനംമാറ്റം നല്ലതാ. ഈ പശ്ചാത്താപം തന്നെയാ എല്ലാത്തിലുള്ള പ്രായച്ചിത്തം. ഇനി ശ്യാമയുടെ മനസ്സ് വേദനിക്കാതെ നോക്കേണ്ടത് എന്റെ ചുമതലയാ. പക്ഷെ അപ്പോഴും മറ്റൊരു വേദന എന്റെ മനസ്സിലുണ്ട്. ഐശ്വര്യ, ഞാൻ അവളെ സ്വന്തം മോളെ പോലെയാ സ്നേഹിച്ച. എന്നിട്ടൊടുവിൽ എന്നെ തന്നെ അവസരം കിട്ടിയപ്പോ പാല് കൊടുത്ത കയ്യിൽ തന്നെ അവള് തിരിഞ്ഞു കൊത്തി. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിയാതെ പോയി. അതാ എനിക്ക് പറ്റിയത്. ആത്മാർത്ഥമായി സ്നേഹിച്ച ശ്യാമയെ ഞാൻ വെറുത്തു. ഐശ്വര്യയുടെ സ്നേഹം സത്യമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അതിനെനിക്ക് ശരിക്കും കിട്ടി. ഇപ്പോഴെങ്കിലും വസു സത്യം തിരിച്ചറിഞ്ഞല്ലോ.
അത് മതി. ഐശ്വര്യ അരുണിന്റെ ഭാര്യയായിപ്പോയി. ഇല്ലെങ്കി വസുന്ധര ആരാന്ന് ഈ നിമിഷം അവൾ അറിഞ്ഞേനെ. താൻ സമാധാനിക്ക്. ഇനിയിപ്പോ അതേ ചൊല്ലി ഐശ്വര്യയുടെ പ്രശ്നമൊന്നും വേണ്ട. ഒരു കണക്കിന് അവളെ ഇങ്ങനെ വളർത്തിയെടുത്തതിൽ വസുവിനും പങ്കില്ലേ? ഓർത്തു നോക്കി. ശരിയാ, അവളെ നിർത്തേണ്ടടുത്ത് നിർത്താൻ ഞാൻ മറന്നു. ഐശ്വര്യയും നമ്മുടെ മോള. അവളെയും നമുക്ക് പറഞ്ഞു തിരുത്താനാവണം. അതിനാ വസു ശ്രമിക്കേണ്ടത്. ഞാൻ ആ ശ്യാമയുടെ കാല് പിടിക്കണം പോലും. എന്റെ ഗതി ഇതായാലോ ഈശ്വര. ഓ, രണ്ടും കൂടി ഇരുന്ന് കൊഞ്ചി കഴിയുന്നുണ്ടല്ലേ. എന്ത് ചെയ്യാനാ? അവളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഇവിടെ ഇറക്കി വിടും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്തായാലും വേണ്ടി വന്നു പോയില്ലേ ശ്യാമയുടെ കാല് പിടിക്കാൻ. എന്താ എടുത്ത് കാല് വിട് സർ. പറ. ഇല്ല, ഈ കാല് ഞാൻ വിടില്ല. എടുത്ത് കാല് വിട്ടെ പ്ലീസ്. ഈ കാല് ഞാൻ വിടില്ല. എന്തേത്? ശ്യാമ മാപ്പ് തന്നു പറഞ്ഞാലേ ഈ കാല് ഞാൻ വിടൂ. എടുത്തിന്റെ കാലിന്ന് കൈയെടുക്ക്. കൈയെടുക്ക്, വിടെടുത്തി. ശ്യാമയുടെ കാല് വിട്. ശ്യാമ എന്നെ കൊന്നു. എന്നാലും എനിക്ക് മാപ്പ് തന്നു പറയാതെ ഞാൻ ഈ കാല് വിടില്ല. സർ, അഖി, നീയും എന്നെ കൊന്നു. നിങ്ങൾ രണ്ടാളും എനിക്ക് മാപ്പ് തരണം. മാപ്പ് തരാനോ? അങ്ങനെയുള്ള കാര്യമാണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഐശ്വര്യ എടുത്ത് കാലൊന്ന് വിട്ടേ. ശ്യാമേ, മാപ്പ്, മാപ്പ്, മാപ്പ്. എടുത്തേ. ദേ, ഞാൻ 3 തവണ മാപ്പ് പറഞ്ഞിട്ടുണ്ടേ. അത് മതിയല്ലോ. ഒരെങ്കിൽ ഇനിയും പറയണം. എന്താ ആളെ കളിയാക്കണോ? അയ്യോ, അഖിക്ക് അങ്ങനെ തോന്നിയോ? എടുത്തേ, പുറത്തേക്ക് ഇറങ്ങ. എനിക്ക് എടുത്തേ കാണുന്നതേ പേടിയാ. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നേ? ഞാൻ അത്രയ്ക്ക് പാപിയായി പോയല്ലോ ഭഗവാനെ. പാപി എന്ന് പറഞ്ഞാ പോരാ, കൊടും പാതകമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ശ്യാമയെ മാത്രമല്ല, ഒരു കുരുന്ന് ജീവനെ കൂടി നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കി. എന്റെ ശ്യാമയെ, എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? അഖി, എന്താ ഇത്? നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഇത്രയും ക്രൂരത കാണിച്ചിട്ട്
ഒരു പാവത്തിനെ പോലെ അഭിനയിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ തോന്നി? പറയ്. അഖി, ഇന്നിത് അറിഞ്ഞ നിമിഷം നിങ്ങളെ കഴുത്തിഞ്ഞിരിച്ച് കൊല്ലേണ്ടതാ. ഒരു കള്ളക്കണ്ണീരും മാപ്പ് പറച്ചിലും നാടകവും ഇതാരെ ബോധ്യപ്പെടുത്താനാ? പറയ്. സർ, വേണ്ട. നമ്മൾ ഇതുപോലെ തരം താഴാൻ പാടില്ല. സർ, ഞാൻ പറയുന്നത് സംസാരിച്ചത് മതി. സംസാരിച്ചത് മതി. ശ്യാമ, നീ എന്നോട് ക്ഷമിക്കണം. അഖി, നീ പറഞ്ഞല്ലേ എന്നെ കൊല്ലൂന്ന്. കൊന്നു, എന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നു. വിട്ട്. ഞാൻ മരിക്കാൻ തയ്യാറാ. എടുത്തി. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഏ? സർ, മതി. നിങ്ങൾ കൊടുത്ത വിഷപ്പൊടി കഴിച്ച് ശ്യാമ അനുഭവിച്ച ആ വേദന അത് എത്രമാത്രമാണെന്ന് നിങ്ങൾക്കറിയോ? അത് കഴിച്ചാലുള്ള വേദന എന്താണെന്ന് നിങ്ങൾ അറിയണം. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ആരോട് ഈ ക്രൂരത ആവർത്തിക്കില്ല. ഇത് കുടിക്കുക. ഞാൻ കുടിക്കില്ല. ഇത് കുടിക്കാനാ പറഞ്ഞേ. അഖി, ഇത് വലിയ വിഷ. ഞാൻ കുടിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാം നല്ല ബോധ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് കുടിക്കും. അഖി, ഞാനിത് കുടിക്കില്ല. അറിയാലോ, അച്ഛൻ പറഞ്ഞത് എന്താന്ന് മറന്നോ? ശ്യാമ മാപ്പ് തന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ ഈ വീട്ടിൽ കഴിയാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആ നിമിഷം ഔട്ട്. ഈ വീടിന് പുറത്താ നിങ്ങൾ. പിന്നെ തിരിച്ച് ഈ വീടിന്റെ പടി ചവിട്ടാൻ ഞാനും സമ്മതിക്കില്ല. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. അങ്ങനെ സംഭവിക്കണ്ടെങ്കിൽ ഇത് കുടിക്കുക. അഖി, ശ്യാമ മാപ്പ് തരണോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വീട് വിട്ടു പോണോ? അഖി, മാപ്പ്. ഇത്ര നാള് പലതും ക്ഷമിച്ചു. ഈ കാര്യത്തിൽ മാപ്പ് തരില്ല. ഞാനും ശ്യാമയും ക്ഷമിക്കയില്ല. ശ്യാമേ, ശ്യാമയിൽ നിന്ന് യാതൊരു ദയയും പ്രതീക്ഷിക്കണ്ട. ദാ, ഇത് കഴിച്ചാൽ ക്ഷമിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ അപ്പ തീരുമാനിക്കാം. അഖി, നീ എന്നെ കൊല്ലാനാണോ നോക്കുന്നേ? ഇതിന്റെ സുഖേ നിങ്ങളും കൂടി കുറച്ച് അറിയണം. ഒരു തവണ കൂടി ഞാൻ ചോദിക്കുക, നിങ്ങളിത് കുടിക്കുന്നോ അതോ? പറ്റില്ല എന്നാണ് ഉത്തരവെങ്കിൽ ആ നിമിഷം ഈ വീടിന്റെ പടി ഇറങ്ങണം. ഞാൻ 3 തവണ എന്നും അതിനിടയ്ക്ക് ഇത് വാങ്ങി കഴിച്ചില്ലെങ്കിൽ പിന്നെയെല്ലാം നിങ്ങളുടെ വിധി.
2. Three. സർ, വിഷപ്പൊടിയാ, പ്രശ്നാവില്ലേ? കുറച്ച് പൊടി ഇട്ടിട്ടുള്ളൂ, ആയുസിന് ദോഷം വരില്ല. ശ്യാമയോടും നമ്മുടെ കുഞ്ഞിനോടും കാണിച്ച ക്രൂരതയ്ക്ക് കുറച്ചെങ്കിലും ഇവർ അനുഭവിക്കണം. അല്ലാതെ എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടില്ല ശ്യാമേ. ഈശ്വര, നിവൃത്തിയുടെ കൊണ്ട് ആ പൊടി വാങ്ങി കഴിച്ചത്. എന്തൊരു എരിച്ചില, വയറൊക്കെ നീറുന്ന പോലെ.